നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 5 പതിറ്റാണ്ട് മുമ്പ് നാട്ടിലെ കടം വീട്ടാൻ വേണ്ടി ഹൃദയം നിറഞ്ഞ പ്രതീക്ഷകളുമായി ഗൾഫിലേക്ക് പുറപ്പെട്ടുപോയ ആ പഴയ യുവാവല്ല ഇന്ന് ബി.ആർ. ഷെട്ടി. അന്ന് ഇരുകൈകളും നീട്ടിപ്പിരിച്ച് ഷെട്ടിയെ തിരിച്ച് ഗൾഫ് ഇനി അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നും അറിയില്ല. വെറും കൈയുമായി ഗൾഫിലെത്തി കോടീശ്വരനായി മാറിയ ബി.ആർ. ഷെട്ടിയിൽ നിന്നും 50,000 കോടി രൂപ കടവുമായി ഇന്ത്യയിലേക്ക് മുങ്ങിയ വ്യവസായി എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പതനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഷെട്ടിയുടെ പക്കൽ നിന്നും കൈപ്പേറിയ അനുഭവമുണ്ടായത് പങ്കുവെക്കുകയാണ് എഴുത്തുകാരൻ ജ്യോതിഷ് നായർ. കാവ്യനീതി എന്ന തലക്കെട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവരിക്കുന്നത് ഇങ്ങനെ: 2008 അബുദാബിയിലെ ഒരു ശിശിരകാല പ്രഭാതത്തിൽ ഷെട്ടി എന്ന രാജാവിന് മുന്നിൽ അയാളുടെ വലിയ ഓഫീസ് മുറിയിൽ അയാളുടെ കമ്പനിയിലെ വെറും ഒരു പ്രോഡക്റ്റ് മാനേജറായ ഞാൻ നിൽക്കുകയാണ്. ഷെട്ടിയെ കാണാൻ കമ്പനിയിലെ എല്ലാവർക്കും ഒന്നും സാധിക്കാറില്ല. അബുദാബി, ദുബായ് ഷെയ്ഖുമാരുടെ ഉറ്റതോഴനായി വർത്തിക്കുന്നയാളെ കാണണമെങ്കിൽ അതുപോലുള്ള ശുപാർശയൊക്കെ വേണം. ഒരു കാര്യവുമില്ലാതെ ഏതോ ഒരു പ്രമുഖൻ ഇന്ത്യൻ എംബസി വഴി എന്നെ ടെർമിനേറ്റ് ചെയ്യണമെന്ന് ശുപാർശ നടത്തിയത്രേ. ജനറൽ മാനേജർ ഒരു ഏറാൻമൂളി പറഞ്ഞു, യു നീഡ് ടു ഗോ. ഞാൻ പെട്ടിയൊക്കെ മടങ്ങി എഴുന്നേറ്റപ്പോൾ റീജിയണൽ മാനേജറായ ഷെട്ടിയുടെ അളിയൻ പറഞ്ഞു, മീറ്റ് മിസ്റ്റർ ഷെട്ടി ആൻഡ് പ്രൂവ് യുവർ ഇന്നസെൻസ്. ഐ വിൽ അറേഞ്ച് ആൻ അപ്പോയിൻമെൻറ്റ്. ഒരു കാര്യം പറയാതെ വയ്യ, ദ റീജിയണൽ മാനേജർ വാസ് എ ജെം ഓഫ് എ പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഷെട്ടിയുടെ ഓഫീസിലെത്തി. നിരവധി തവണ എന്നെ പുറത്തു ചാടിക്കാൻ ശ്രമങ്ങളുണ്ടായി. അപ്പോഴൊക്കെ എന്നെ സംരക്ഷിച്ചത് ഈ റീജിയണൽ മാനേജരും ഇപ്പോഴത്തെ എൻ്റെ സുഹൃത്തായി തുടരുന്ന ബ്രാഞ്ച് മാനേജരുമാണ്. ബ്രാഞ്ച് മാനേജർ എൻ്റെ രക്തത്തിന് ദാഹിക്കുന്നവരോട് ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വൈ ഷുഡ് ഐ സാക്ക് എ പേഴ്സൺ ഹൂ ഈസ് പെർഫോമിംഗ് എക്സ്ട്രീംലി വെൽ? ഓൾ യുവർ റീസൺസ് ആർ അപ്സെറ്റ്. ഷെട്ടി എന്നെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഇടയ്ക്ക് പുറത്ത് വന്ന് താനും ഷെയ്ക്കും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഒരു സ്റ്റാഫിന് കാട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ട ഭാവം പോലും അയാൾ കാണിച്ചില്ല. അവസാനം അയാളുടെ മുറിയിലേക്ക് കയറി. അയാളുടെ മുഖത്ത് പുച്ഛം. എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. എനിക്ക് നിന്നേക്കാൾ പദവിയും പ്രതാപമുള്ളവരാണ് വലുത്. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇത് സത്യമേവ ജയത എന്ന ആദർശം പേർന്ന കോടതിയല്ല. ഇവിടെ വിജയിക്കുന്നത് പിടിപാടുള്ളവരാണ്. നിന്നെ തളയ്ക്കാൻ നടക്കുന്നവൻ എംബസിയുമായൊക്കെ ബന്ധമുള്ളവനാണ്. അവൻ വലിയ പദവിയൊക്കെ വഹിച്ചവൻ്റെ മോനാണ്. എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അവനെപ്പോലുള്ളവരെ എനിക്ക് വേണം. നീ ഇല്ലെങ്കിലും NMCക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. നീ ഇനിയും ഫൈറ്റ് ചെയ്ത് നിൽക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ എനിക്കൊരു നിമിഷം മാത്രം മതി. ഐ ആം പവർഫുൾ ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. നൗ ഗെറ്റ് ഔട്ട്. റീജിയണൽ മാനേജർ പറഞ്ഞതുകൊണ്ടാണ് അയാളെ കാണാൻ പോയത്, അല്ലാതെ കാല് പിടിക്കാനോ കരയാനോ അല്ല. എന്നിട്ടും അയാൾ എന്നോട് മോശമായി സംസാരിച്ചു. ഒരു കാരണവുമില്ലാതെ ഗെറ്റ് ഔട്ട് അടിച്ച് അപമാനിച്ചു. അവിടെ നിന്നിറങ്ങി ഇലക്ട്ര സ്ട്രീറ്റിൽ കൂടി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. ഐ ആം പവർഫുൾ ബിയോണ്ട് യുവർ ഇമാജിനേഷൻ എന്ന വാക്കുകൾ എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ തണുത്ത കാലാവസ്ഥയിലും എൻ്റെ ശരീരം പുകയുന്നത് പോലെ തോന്നി. അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, അതൊക്കെ കളഞ്ഞിട്ട് വാ, പോകാൻ പറ. ഒന്നോർത്തു വെറുതെ ജ്ഞാനപ്പാനയിലെ 2 വരികൾ. ഞാൻ എന്നെ സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ചിന്തിച്ചു, അങ്ങനെയൊരു ദിവസം ഇയാൾക്കും വന്നുകൂടായില്ല. ഈ പോസ്റ്റ് എഴുതാൻ ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നില്ല. അങ്ങനെ സംഭവിച്ചെന്ന് മാത്രം. അന്നോർത്ത ജ്ഞാനപ്പാനയിലെ 2 വരികൾ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ ഇന്ന് വീണ്ടും ഓർത്തു. പിടിപ്പുള്ളവനും പ്രതാപമുള്ളവനും വേണ്ടി ഓശാര പാടിയിട്ട് അവസാനം എന്തായി? ഷെയ്ഖുമാരെ മണിയടിച്ച് നടന്നിട്ടെന്തായി? വന്നിടത്ത് തന്നെ തിരിച്ചെത്തിയില്ലേ? മാളിക മുകളേറിയ ഷെട്ടിയുടെ തകർച്ചയിൽ സന്തോഷവുമില്ല ദുഃഖവുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ജ്യോതിഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.